If you wanna go, then I'll be so lonely. If you're leaving, baby, let me down slowly. जिसके आने से मुकम्मल हो गई थी जिंदगी, दस्तके खुशियों ने दी थी, मिट गई थी हर कमी। क्यों बेवजह दिए सजा, क्यों ख्वाब देके बोले गया, जिए जो हम लगे सितम, अज़ाब ऐसे वो देगा। ഹേയ് താനും എന്താടാ കൂക്കിയുടെ കിടക്കണത്? ഹേയ് അതൊന്നുമില്ല, ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. അവൻ തല അറിഞ്ഞോണു, ഞാനിവിടെ കൊണ്ടുവന്ന് കിടത്തിയതാണ്. പച്ചത്തെ നിന്റെ നായ അറിഞ്ഞോളൂടാ നായ. ഡോ താൻ എന്താടേ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എനിക്ക് എന്നെ അറിയില്ല. വിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഫയർ ചെയ്യും. പന്ന മോനെ, എന്താ വിചാരിച്ചത്? നിനക്ക് മാത്രമേ ഈ ലോകത്ത് ബുദ്ധിയുള്ളൂന്നാ? ഞാൻ വെറും ഉണ്ടാക്കണമെന്നോ? നിന്റെ ഓരോ നീക്കങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നടാ. താൻ എന്ത് ശ്രദ്ധിച്ചെന്നു? മാരേജ് ചെയ്ത ബോസിന് കുക്കിനെ വേണ്ടെങ്കിലും എനിക്ക് ഇവനെ സന്തോഷിച്ചല്ലേ പറ്റൂ. ഇവൻ എൻ്റെ അനിയൻ്റെ പോലെടാ. അവനോടാ നീ ഇന്ന് ദുരുദ്ദേശം വെച്ച് പെരുമാറാൻ നോക്കിയത്. ഞാൻ എന്ത് ദുരുദ്ദേശത്തിൽ വന്നെന്നു? നീ ആ ഡ്രിങ്കിൽ ഇത് കലർത്തിയത് ഞാൻ കണ്ടിരുന്നു. നീ അന്ന് ബോസിൻ്റെ ബോയ് ഫ്രണ്ടാണെന്നും പറഞ്ഞ് വന്ന് ഞെളിഞ്ഞു നിന്നപ്പോഴേ നിന്നെ ഞാൻ നോട്ടിട്ടതാണ്. എൻ്റെ പുരാതന ചരിത്രമൊക്കെ എനിക്ക് മുമ്പേ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഞാൻ പ്രത്യേകം നോട്ടിട്ടത്. നിനക്ക് എൻ്റെ എന്ത് ചരിത്രം അറിയാമെന്ന്? ഒരുപാട് റേപ്പ് കേസ്, മർഡർ കേസ്, കള്ളക്കടത്ത് കേസ്, എല്ലാത്തിലും നീയാണ് ഒന്നാം പ്രതിയെന്നും തലവനെന്നും. ഓഹോ, നിനക്ക് ഇത്രയൊക്കെ അറിയാലേ? അപ്പോൾ എനിക്ക് മുഖം മൂടിയുടെ ആവശ്യമില്ല. ആവശ്യമില്ല എന്നല്ല, നിനക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞാനത് ഓൾറെഡി മാന്തി പൊളിച്ചില്ലേ. എന്നെക്കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള നിൻ്റെ ഈ ധൈര്യം, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അല്പ ഐസായി പോയല്ലോ അല്ലേ നിനക്ക്? നീ എൻ്റെ ഐസിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. ഇതങ്ങ് തീർന്നാൽ എനിക്കൊരു മാങ്ങയില്ല. പക്ഷെ നീ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കേ, ഈ കാര്യങ്ങളൊക്കെ ബോസ് അറിഞ്ഞാലോ? നീ ഒന്ന് പേടിച്ച്. ഞാൻ ഇപ്പോൾ ബോസിനെ വിളിക്കാട്ടോ. അതിന് നീ ജീവനോടുണ്ടായിട്ട് വേണ്ടേടാ. ഇവനിതാണ് പോയി കിടക്കുന്നത്. നീ തപ്പാൻ ഒരിടവും ബാക്കിയില്ല. കാണിച്ചു തരാം. വരാം. ഈ ഗ്രാൻഡ് പൊളിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? ആദ്യത്തെ ചോദ്യം തന്നെ കുക്കി എവിടെയായിരിക്കും. ഡോ ലീ, ഡോ. എന്താ സാർ? ലീ എവിടെയോ? ലീ സാറെ കുറച്ച് നേരമായി കാണാനില്ല സാർ. ഓ ഡാമിറ്റ്, ഈ കഴുത എവിടെ പോയി കിടക്കണം? വേറെ ഒരുത്തനാണെങ്കിൽ ബോയ് ഫ്രണ്ടായിട്ട് അഭിനയിക്കാൻ വന്നിട്ട് ആ പോതിനെ കാണുന്നില്ല. ഹേയ് വി. യെസ്. ആ കേൻ, നീ എന്താ ഇവിടെ? ഡാ നിന്റെ ഹസ്ബൻഡ് അപകടത്തിലാണ്. അലി ജോസഫ് അവനൊരു ചതിയനാണ്. വാട്ട്? നീ എന്തീ പറയണത്? കുക്കി, മൈ ഗോഡ്, കുക്കി. വി ഇവിടെ ഒന്നുമില്ല. നീ എന്ത് ചെയ്യും? ഇവിടെ നോക്കും. കുക്കി. ആ ചിലപ്പോൾ നിന്റെ വീട്ടിലുണ്ടെങ്കിലോ? യെസ് യെസ്, കം ഓൺ. കുക്കി. ആ വന്നാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയല്ല. കാരണം കുറെ പൈസക്കാണ് ഈ കല്യാണം കഴിച്ചത്. എന്തിനാണ്? ചെക്കൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്. സ്നേഹിച്ചില്ലെങ്കിൽ സംരക്ഷിക്കാൻ അറിഞ്ഞൂടെ? അതാണ് ചെയ്യേണ്ടത്. കുക്കി. ഓക്കെ, ഐ എം സോറി. ആർ യു ഓക്കെ? തൊട്ടുപോകരുത് തന്നെ. സോറി. ലീ, എന്താ ഇവിടെ ഉണ്ടായത്? അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? എന്നോട് പറയാനല്ലേ പറഞ്ഞത്? ഓക്കെ ബോസ്, ഞാൻ പറയാം. എന്നാ എൻ്റെ മോനെ എവിടെ? ഡാ ബോധം കെട്ട് അവിടെ കിടപ്പുണ്ട്. അവനെങ്ങനെ ബോധം കെട്ട്? ഗുഡ് ബൈ ലീ, ഗോ ടു ഹെൽ ഇൻ 3, 2, 1. പന്നിട മോനെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മയക്കിക്കെടുത്തു. നീ എന്ത് വിചാരിച്ചിട പന്നി എന്നെ കുറിച്ച്? കുക്കി വേണ്ട, നീ അടിച്ചാൽ ചത്തു പോകും. താങ്ക് യു ലീ, നിങ്ങളില്ലായിരുന്നെങ്കിൽ. ഹേയ് ഒന്നുമില്ല കുക്കി, ഒന്നും സംഭവിച്ചില്ലല്ലോ. റിലാക്സ്. ബിച്ച്, പിന്നെ ഞാനൊരു കൂടപ്പറപ്പിനെ പോലെ വിശ്വസിച്ചു പോയി. എൻ്റെ ബോധം തെളിയട്ടെ, എൻ്റെ തൊഴിൽ ഞാൻ എടുക്കും. എന്തിന്? കുക്കി നീ എന്തായി പറയണത്? അതിൽ തനിക്കെന്താ? താനെൻ്റെ ആരാ ഇത്ര വികാരം കൊള്ളാൻ? എല്ലാം കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നു. കുക്കി ഐ എം സോറി, എല്ലാം എൻ്റെ തെറ്റാ. ഉണ്ടാതെ പോടാ തൻ്റെ ബോയ് ഫ്രണ്ടിനെ എടുത്ത്. കുക്കി ഐ എം സോറി, ഇവനെൻ്റെ ബോയ് ഫ്രണ്ടൊന്നുമില്ല. നീ എന്നോട് ക്ഷമിക്കും. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നോട് ക്ഷമിക്കൂ. ഒന്ന് പോടോ. കുക്കി, കുക്കി.
മിണ്ടാതെ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഓടോ എന്നത്തോടേത് ഏത് വീട്? അത് എൻ്റെ വീടല്ലേ, ഞാനും താനുമായിട്ട് എന്ത് ബന്ധം? കുക്കി, നീ എൻ്റെ പാർട്ട്ണറല്ലേ, നമ്മൾ മാരീഡ് അല്ലേ? ഓഹോ, അതൊക്കെ ഇപ്പൊ മുതൽ അങ്ങനെയൊക്കെ ഒരു ബന്ധം നമുക്കിടയിലുണ്ടോ? നമുക്കിടയിൽ വെറുപ്പ് മാത്രമല്ലേ ഉള്ളൂ, നമ്മ ശത്രുക്കളല്ലേ ആദ്യം കണ്ടപ്പോ മുതൽ. എന്നോട് ക്ഷമിക്കൂ കുക്കി. മുമ്പ് എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു മനസ്സിൻ്റെ കോണിൽ എവിടെയോ. എൻ്റെ ഈഗോ, അഹങ്കാരം, പിടിവാശി ഒന്നും അത് പക്ഷെ പ്രകടിപ്പിക്കാൻ അനുവദിച്ചില്ല. ഒന്ന് പോടോ, ഇപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് വിഷമുണ്ട്, സഹതാപമുണ്ട്. അതുകൊണ്ട് താനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ? ഇല്ല കുക്കി, പ്ലീസ്, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കേ. നിൻ്റെ വോയിസ് എനിക്കിഷ്ടമാണ്, നീ കമ്പോസ് ചെയ്യുന്ന ട്യൂണുകൾ എനിക്കിഷ്ടമാണ്, നിൻ്റെ ഈ ഉണ്ട കണ്ണുകൾ, വീൽപ്പല്ലുകൾ എനിക്കിഷ്ടമാണ്. നമുക്കെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങിക്കൂടെ? പ്ലീസ് കുക്കി. പോടോ, താനൊരു ചതിയനാണ്, അഹങ്കാരിയാണ്, തന്നെ ഞാൻ വിശ്വസിക്കില്ല. കുക്കി പ്ലീസ്, നീ പറയുന്ന ഓരോ വാക്കുകൾ എന്നെ വളരെയധികം വേദനിപ്പിക്കാനുണ്ട്. വേദനിക്കട്ടെ, നല്ലോണം വേദനിക്കട്ടെ. കുക്കി പ്ലീസ്, ഐ ലൈക്ക് യു. എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. ഇല്ലടോ, തനിക്ക് ഡിവോഴ്സ് വേണമെന്നല്ലേ മുമ്പ് പറഞ്ഞത്, അത് ഞാൻ തന്നേക്കാം. പ്ലീസ് കുക്കി, എനിക്ക് ഡൈവോഴ്സ് വേണ്ട, നീ മടങ്ങി വന്നാൽ മതി. പോടോ. കുക്കി കുക്കി വി എഴുന്നേൽക്ക്, വി കണ്ണോർക്ക്. ഒന്നുമില്ല, നീ എന്താ ഉറക്കത്തി കിടന്നാലിരുന്നത്? വി കണ്ണോർക്കാൻ. വി നിനക്ക് എന്താണ് പറ്റിയേ? എന്ത് വിട്ടിരിക്കണത്? എന്തിനാ കിടന്ന് എന്റെ പേര് വിളിച്ചലറിയത്? നിനക്ക് എന്തെറ്റി? ഐ ലവ് യു, ഐ റിയലി മിസ് യു. ലവ് യു ടു. നിനക്ക് എന്തെറ്റി ഇത്ര മിസ് ചെയ്യാനും മാത്രം? 10 മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ നീ ഉറങ്ങാൻ കിടന്നിട്ട്? ഞാൻ ഒരു സ്വപ്നം കണ്ട്. അച്ചടാ പാവന്റെ വി, പേടിക്കണ്ട കേട്ടാ, അതൊരു സ്വപ്നല്ലേ. പക്ഷെ ഞാൻ ശരിക്കും പേടിച്ചു, നീ എന്നെ വിട്ടുപോയിന്ന്. എന്നാലും എന്റെ വി, നീ ആ ഫേമസ് ആക്ടർ ലീ ജോൺസുക്കിനെയൊക്കെ പിടിച്ച് വില്ലനാക്കിയല്ലോടാ. അതെന്താന്നാ, കുറച്ച് മുമ്പ് നമ്മൾ മൂപ്പര് വില്ലനായിട്ടുള്ള VIP സിനിമ കണ്ടില്ലേ, അത് കണ്ടല്ലേ കിടന്നത്, മനസ്സിലാക്കി അത് പതിഞ്ഞു പോയി, അതുകൊണ്ടാവും. എന്നാലും വി, നീ എന്നെ രക്ഷിച്ചില്ലല്ല, നിന്റെ സെക്രട്ടറി ലീ അല്ലേ എന്നെ രക്ഷിച്ചുള്ളൂ. അത് പറഞ്ഞപ്പോഴാ ഡോ ലീ ലീ ഇവിടെ വാടോ. യെസ് സർ. എന്ത് പറ്റി സർ? താങ്ക് യു വെരി മച്ച്. എന്തിന്? ഒന്നുമില്ല, ഇരിക്കട്ടെ, താൻ പോക്കോ. യെസ് ബോസ്. വട്ടായോ? ലീ വിചാരിച്ചിട്ടുണ്ടാവും നിനക്ക് വട്ടായിന്ന്, വെറുതെ വിളിച്ച് ഡാൻസ് പറഞ്ഞേന്. അതെന്തേലും വിചാരിച്ചോട്ടെ കുക്കി, എനിക്ക് ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റണില്ല. നമ്മുടെ ലൈഫ് ഇതുവരെ എന്താ സംഭവിച്ചത്, നമ്മൾ ആരാന്നൊക്കെ നീ ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ ഞാനിവിടെ വട്ടാവും. എനിക്കിപ്പോൾ സ്വപ്നത്തിൽ നിന്ന്. എന്റെ മോനെ, ഞാൻ പറഞ്ഞ വി എന്ന ഈ സുന്ദരൻ, അതായത് നീ ഒരു സക്സസ്ഫുൾ ആൻഡ് ബില്യണർ ബിസിനസ്മാൻ ആണ്, ഒരു അനാഥനാണ്. അങ്ങനെ ഒറ്റപ്പെട്ട അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു ഹാൻസം മാനാണ് ഫേമസ് സിംഗർ ആയിട്ടുള്ള ഈ കുക്കി. ഋതിക് റോഷനോടെന്ന സിംഗറിനോട് ഉണ്ടായിരുന്ന നീ എന്റെ എല്ലാ പാട്ടും കേൾക്കും, എല്ലാം ഫോളോ ചെയ്യും, എല്ലാ കൺസേർട്ടും കാണും. അങ്ങനെ ഒരു കൺസേർട്ടിൽ വെച്ച് നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു, പബ്ലിക്കായി ഞാൻ ഓക്കെ പറയുന്നു. 1 മാസത്തിന് ശേഷം ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന കല്യാണമായി നമ്മുടെ കല്യാണം മാറുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. ബെസ്റ്റ് ബിസിനസ്മാനുള്ള അവാർഡ് നിനക്കും സിംഗർ ഓഫ് ദി ഇയർ അവാർഡ് എനിക്കും വാങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നു. നേരത്തെ ഉറങ്ങാൻ കിടക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നീ ഉറക്കത്തേക്ക് കിടന്ന് എന്റെ പേര് വിളിച്ച് കരയുന്നു. ഇതാണ് സംഭവം. ഓ സമാധാനം. എൻ്റെ കുക്കി, ലവ് യു. നീ എന്നെ വിട്ടുപോകണം, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. നീ പോവില്ലല്ലോ അല്ലേ? ഇല്ല മോനെ, നീ ഉറങ്ങിക്കോ. നാളെ രാവിലെ നേരത്തെ അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തണ്ടേ? ആയിക്കോട്ടെ, ഞാൻ ഇങ്ങോട്ട് പോകില്ല. हर सफर में तेरी कमी, दिल तेरा ही तो है मेरे हद की जमीन। हम
कि तू दर्द से मेरे वाकिफ नहीं, करीब आ देख तू आंखों की नमी, क्यों ख्यालों में कुछ बर्फ के जामने मुसलसल नजर बरसती रही, बरसते हैं हम भीगे बरसात में। हो एक मुलाकात में बात ही बात में, मोहब्बत की पहली मुलाकात का असर देखो ना जाने कब हो गया। एक मुलाकात में बात ही बात में, उनका यूं मुस्कुराना गजब हो गया। हर सफर ഇന്നിവിടെ ബെസ്റ്റ് ബിസിനസ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയ കിം തയ്യൂറും സിംഗർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയ ജോൺ ജുഗുക്കും അവർ കപ്പിളായ തന്നെയും അവർ പവർഫുൾ ആയ തന്നെയും കൊറിയയുടെ